പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് വിഷമിച്ച് സങ്കടങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുമേനി, ശത്രുദോഷം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഒരു രീതിയിലും ശത്രുദോഷം കാരണം ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എരിച്ചിലും ശാപവും ശത്രുദോഷം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. ഒരുപാട് പേര് ദിവസവും 5 പേരെങ്കിലും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 7 പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ശത്രുദോഷത്തിന് ഒരു ഒറ്റമൂലി പരിഹാര മാർഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ശത്രുക്കളെ കൊണ്ട് വലയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ശത്രുദോഷം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കർമ്മം ഒന്ന് ചെയ്ത് നോക്കൂ. ശത്രു ഇനി എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും, ശത്രു ഇനി എത്ര കൊടി കുത്തി വാഴുന്നവനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും, ശത്രു നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തും. ശത്രുവിന്റെ ശല്യം നിങ്ങൾക്ക് ഇല്ലാതാകുന്നതാണ്. ഇത് നമ്മൾ ആരെയും ഉപദ്രവിക്കുവാനോ നിഗ്രഹിക്കുവാനോ ഒന്നും ചെയ്യുന്നതല്ല. നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. നമ്മളിൽ നിന്ന് ശത്രു ഒഴിഞ്ഞു പോകണം, നമ്മളിൽ നിന്ന് ആ ദുരിതങ്ങൾ ഒഴിഞ്ഞു തീരണമെന്ന് കരുതി ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അഘോര ഭഗവാനെയാണ്, ശിവഭഗവാനെയാണ്. അഘോര ഭഗവാനാണ് അഥവാ ശിവഭഗവാനാണ് ശത്രുദോഷത്തിന് ഏറ്റവും ഉഗ്രമൂർത്തി എന്ന് പറയുന്നത്. ഏറ്റവും സത്യമുള്ള ഒരു കാര്യമാണ് ഇത്. ഞാൻ ആർക്കൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അവരിൽ ഒട്ടുമിക്ക ആളുകളും പിന്നീട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, തിരുമേനി അങ്ങ് പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്തു, പിന്നെ ശത്രുവിന്റെ ശല്യവും ഉപദ്രവവും ഉണ്ടായിട്ടില്ല എന്ന്. അത്രയും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന പോലെ വീട്ടിൽ അങ്ങ് ചെയ്താൽ മതി. വെളുത്തുള്ളി മാത്രമാണ് നിങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ടത്. ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് പറയുന്നു. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കർമ്മം ചെയ്യേണ്ട സമയം ഈ ഒരു നേരവും എപ്പോഴാണ് എന്നുള്ളതാണ്. 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ കർമ്മം ചെയ്യാൻ പറ്റും. 3 ദിവസങ്ങളാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ശനിയാഴ്ച, അല്ലെങ്കിൽ ഞായറാഴ്ച, ഒന്നെങ്കിൽ ശനിയാഴ്ച, അല്ലെങ്കിൽ തിങ്കളാഴ്ച, അല്ലെങ്കിൽ വെള്ളി, ശനി, തിങ്കൾ. ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ എന്നാണ് പറയുന്നത്. സന്ധ്യക്ക് വിളക്കൊക്കെ കത്തിച്ച് വിളക്കൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് ആ 6.5 മണിക്കൂർ, ആ 6.5 മണിക്കും 7.5 മണിക്കും ഇടയിൽ വേണം ഈ ഒരു കാര്യം ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളത് 3 അല്ലി വെളുത്തുള്ളിയാണ്. 3 അല്ലി എന്ന് പറയുന്നത് 3 മുഴുവൻ വെളുത്തുള്ളി അല്ല. വെളുത്തുള്ളിയിൽ നിന്ന് ഇളക്കി മാറ്റിയ 3 ഇതളുകൾ അല്ലെങ്കിൽ 3 അല്ലി വെളുത്തുള്ളി മാത്രമാണ് ഇതിന് വേണ്ടത്. ആ വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം തുണിയോ ഒരു ചെറിയ പേപ്പറോ എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് രണ്ടും മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ എന്തൊക്കെ എടുക്കണം? ഒരു 3 അല്ലി വെളുത്തുള്ളി, അത് തൊലി കളഞ്ഞോ കളയാതെയോ എടുക്കാം. കളയാതെ എടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത് 3 വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചെറിയ കഷണം വെള്ള പേപ്പറോ അല്ലെങ്കിൽ ഒരു വെള്ള തുണിയോ ചെറിയ കഷ്ണം എടുക്കാവുന്നതാണ്. ഇത് രണ്ടും എടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം, ശനി, തിങ്കൾ, വെള്ളി, 3-ൽ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം 6:30ക്കും 7:30ക്കും ഇടയിൽ, അതായത് നിങ്ങൾ നിലവിളക്കൊക്കെ കത്തിച്ച് നിലവിളക്കൊക്കെ തൊഴുതു മാറി വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ച് മാറിയതിനു ശേഷം 6.5 മണിക്കോ അല്ലെങ്കിൽ 7:30ക്ക് ഇടയിലുള്ള സമയത്ത് ചെയ്യാവുന്നതായിരിക്കും. അതായിരിക്കും ഏറ്റവും ഉചിതം, ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ 6.5 മണി 7:30 മണിക്കും ഇടയിലുള്ള, അഥവാ 7 മണിക്കൊക്കെ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. ആ സമയത്ത് ഈ വെളുത്തുള്ളിയും ഈ നേരത്തെ പറഞ്ഞ പോലെ തുണിയും അല്ലെങ്കിൽ ഒരു കഷ്ണം പേപ്പറോ ആയിട്ട് നിലവിളക്കിന്റെ മുന്നിൽ വന്ന് നിലവിളക്കിന് അഭിമുഖമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിലവിളക്കിന് അഭിമുഖമായിട്ട്, നിലവിളക്ക് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞായിരിക്കും കത്തിച്ചു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിലവിളക്കിനെതിരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വേണം ഇരിക്കാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നു കൊണ്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട്. പൂജാമുറിയിലോ അല്ലെങ്കിൽ നിലവിളക്ക് കത്തിച്ച് വെക്കുന്നിടത്തോ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ ഇരുന്ന് ചെയ്താൽ മതി. വിളക്ക് കത്തിക്കുന്നിടത്ത് ഇരുന്ന് ചെയ്യണമെന്ന് അങ്ങനെ ആയാലും മതി.
ഇത് ചെയ്യുവാനായിട്ടിരിക്കുന്ന മുമ്പ് തന്നെ കുളിച്ച് ശുദ്ധിയായി ശരീരശുദ്ധി ഉറപ്പു വരുത്തിയിരിക്കണം. അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ശരീരശുദ്ധി ഇല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. പുലവാലായ്മ, ആർത്തവ അശുദ്ധി ഇതൊക്കെ ഉള്ളവർ ഈ കർമ്മം ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏറ്റവും ഐശ്വര്യമായിട്ട് വ്രതമൊന്നും നിൽക്കണമെന്നില്ല. കുളിച്ച് ശരീരശുദ്ധി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ഒരു വസ്തു എടുത്തുകൊണ്ട് നിലവിളക്കിന് അഭിമുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിലവിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആ നിലവിളക്കിന് മുന്നിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് അഘോര ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുക. ആരാണ് അഘോര ശിവ ഭഗവാൻ? ആദ്യം ഓം നമഃശിവായ ഒന്ന് ജപിച്ച് ഒരു 3 പ്രാവശ്യം ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആദ്യം തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക. അഘോരഭാവത്തിലുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അഘോര ശിവൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അഘോര രൂപത്തിലുള്ള ശിവ ഭഗവാൻ എന്ന് പറയുന്നത്. ഈ ശിവഭഗവാന്റെ രൂപം ഒന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് 2 കൈകളും കൂപ്പുക. 2 കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാനോട് പറയുക, ഭഗവാനെ അങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുദോഷമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശത്രുദോഷം കൊണ്ട് വലയുകയാണ്. ശത്രുവിനെ അറിയാമെന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ശത്രു ഇന്ന ആളാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുള്ള ശത്രുദോഷങ്ങൾ കൊണ്ട് നിങ്ങൾ കിടന്നു വലയുകയാണ്. അല്ലെങ്കിൽ ശത്രുവിന്റെ പേരറിയില്ല, ചിലപ്പോൾ എല്ലാവർക്കും പേരറിയണം എന്നില്ല. ശത്രു ഉണ്ടെന്നറിയാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ശത്രുക്കളായിരിക്കും, ഒന്നിലധികം ശത്രുക്കൾ കാണും. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം ശത്രുക്കളുടെ നടുവിൽപ്പെട്ട് ഭഗവാനെ അറിയുകയാണ്. അങ്ങനെയെങ്കിൽ കഷ്ടപ്പെടുകയാണ്. അവിടുന്ന് കൂടെ നിന്ന് ഈ കർമ്മം പൂർത്തീകരിച്ച് ഫലം നൽകി ശത്രുദോഷത്തിൽ നിന്നും മുക്തി നേടിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആദ്യം ഇരു കൈകളും കൂപ്പി ശിവ ഭഗവാനോട് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഒരു മോഡൽ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ, പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഭഗവാനോട് കാര്യം പറയുക എന്നുള്ളതാണ്. പറഞ്ഞിട്ട് വേണം ആ വെളുത്തുള്ളി എടുക്കാൻ. പറഞ്ഞതിന് ശേഷം 3 വെളുത്തുള്ളി ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു അല്ലി വെളുത്തുള്ളി എടുക്കുക. അതിനുശേഷം ആ നിലവിളക്കിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് 3 തവണ നിങ്ങളുടെ തലയ്ക്ക് ഒഴിയുക. ഒരു 3 തവണ ആ ഒരു ഘടികാരത്തിന്റെ സൂചിയൊക്കെ ഓടുന്ന ദിശയിൽ നിങ്ങളുടെ തലയ്ക്ക് ഒഴിയുക. ശരീരം മൊത്തം വേണ്ട, തലയ്ക്ക് മാത്രം 3 തവണ ഒഴിയുക. ഒഴിയുന്ന സമയത്ത് ഓം അഘോരായ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാനായിട്ട്. എങ്ങനെയാണ് ഓം അഘോരായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ ആദ്യത്തെ അല്ലി വെളുത്തുള്ളി ഉപയോഗിച്ച് തലയ്ക്ക് ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം ആ വെളുത്തുള്ളി മാറ്റി നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പേപ്പറിലോട്ടോ തുണിയിലോട്ടോ വെക്കുക എന്നുള്ളതാണ്. പേപ്പർ അല്ലെങ്കിൽ തുണി അത് മതി, അതിലേക്ക് വെക്കുക. രണ്ടാമത്തെ അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ തന്നെ 3 പ്രാവശ്യം പതുക്കെ തലയ്ക്ക് ഒഴിയുക. ഒഴിയുന്ന സമയത്ത് ഓം മൃഢായ നമഃ എന്ന് ചൊല്ലുക. എങ്ങനെയാണ് ഓം മൃഢായ നമഃ എന്ന് 3 തവണ തലയ്ക്ക് ഒഴിഞ്ഞു ചൊല്ലുക. ചൊല്ലിക്കൊണ്ട് ആ ഒഴിഞ്ഞ വെളുത്തുള്ളിയും ആ തുണിയിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് വെക്കുക. 3ാമത്തെ അല്ലി വെളുത്തുള്ളി എടുക്കുക. ഓം ഓം ഖണ്ഡ പരശവേ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് 3 തവണ തലയ്ക്ക് ഒഴിയുക. എന്നിട്ട് 3ാമത്തെ വെളുത്തുള്ളിയും മറ്റു വെളുത്തുള്ളികളുടെ കൂടെ വെക്കുക. ഇപ്പോൾ 3 കൊണ്ടുവന്ന 3ാമത്തെ വെളുത്തുള്ളിയും തലയ്ക്ക് ഒഴിഞ്ഞ് നിങ്ങൾ ആ പാത്രത്തിൽ അല്ലെങ്കിൽ ആ തുണിയിൽ അല്ലെങ്കിൽ ആ പേപ്പറിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പേപ്പറിൽ വെച്ചിട്ട് മിണ്ടാതെ കുരിയാടാതെ ആ 3 വെളുത്തുള്ളിയും ആ തുണിയിൽ അല്ലെങ്കിൽ ആ പേപ്പറിൽ അങ്ങ് ചുരുട്ടി പൊതിഞ്ഞെടുത്ത് മിണ്ടാതെ അനങ്ങാതെ കുരിയാടാതെ മറ്റാരെയും തൊടാതെ എഴുന്നേറ്റ് കൊണ്ടുപോയി അതൊരു കർപ്പൂരാഗ്നിയിലോ അടുപ്പിലോ അല്ലെങ്കിൽ കുറച്ച് തീ കൂട്ടി ആ തീയിലോട്ടോ ഇട്ട് പൂർണ്ണമായിട്ടും കത്തിക്കുക. കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ലവണ്ണം അത് പൂർണ്ണമായിട്ട് കത്തിത്തീരുവാൻ വേണ്ട അഗ്നി കൊടുക്കുക എന്നുള്ളതാണ്. പൊതി വെന്ത് കിടക്കുന്നത് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കർപ്പൂരത്തിലൊക്കെ കത്തിക്കുന്നവർ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അടുപ്പിൽ കത്തിക്കൽ നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ കർപ്പൂരം ഇട്ടിട്ട് ആ കർപ്പൂര അഗ്നിയിൽ ഇട്ടിട്ട് കത്തിച്ചാലും മതി. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാനായിട്ട്. അപകടം ഒന്നും വിളിച്ചു വരുത്തരുത്. കർപ്പൂരം കുറേശ്ശെ ഇട്ടുകൊടുത്ത് കർപ്പൂര അഗ്നിയിൽ കത്തിക്കുക.
വീട്ടിൽ അടുപ്പുള്ളവരാണെങ്കിൽ അടുപ്പിൽ തീ കൂട്ടി അടുപ്പിൽ കത്തിച്ചാൽ മതി. അല്ല, പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ പറമ്പിൽ ഒരല്പം തീ കൂട്ടി അതിലിട്ട് കത്തിച്ചാൽ മതി എന്നുള്ളതാണ്. നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയി പൂർണ്ണമായിട്ടും ആ കൊണ്ടുപോയ സാധനം പൂർണ്ണമായിട്ടും അഗ്നിക്ക് ഇരയാക്കണം എന്നുള്ളതാണ്. അല്ലാതെ കൊതി വെന്നിട്ട് പിന്നെ അതിന്റെ ബാക്കി അവിടെ തന്നെ വെക്കുവാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായിട്ടും അത് കത്തിക്കുക. കത്തിച്ചതിനു ശേഷം വന്ന് മേല് കഴുകിയിട്ട് വേണം പിന്നെ നിങ്ങൾ ബാക്കി കാര്യങ്ങൾക്ക് പോകുവാൻ എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് കുളിച്ചിട്ട് വൃത്തിയായിട്ട് വന്നാണ് കർമ്മം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം മേല് കുളിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം ആരും വിട്ടുപോകരുത്. പലരും വിട്ടുപോകും, മേൽ കഴുകുവാൻ വിട്ടുപോകും. അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് വന്ന് ചെയ്യാവുന്നതാണ്. അപ്പം ചിലർക്ക് സംശയം വരും, ഇത് വേറൊരാൾക്ക് വേണ്ടി ചെയ്യാമോ, അല്ലെങ്കിൽ മക്കൾക്കൊക്കെ പുറത്താണ്, അമ്മയ്ക്ക് അച്ഛന് മക്കൾക്ക് വേണ്ടി ചെയ്യാമോ എന്നുള്ളത്. അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. അവനവനായിട്ട് വേണ്ട കർമ്മങ്ങളാണിത്. അപ്പോൾ ഈ ഒരു കർമ്മം അവനവന് വേണ്ടി സ്വയം തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ശത്രുദോഷം പമ്പ കടക്കും. എത്ര കൊടി കുത്തി വാണവനാണെങ്കിലും ഇതിന് പരിഹാരം കണ്ടിരിക്കും. സത്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് എല്ലാവരും അനുഭവം ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.